ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തി, പൊറോട്ട, അതുപോലെ ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ സബോള, അതുപോലെ തന്നെ ഒരു 3 മുട്ട, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊണ്ട് പൊളിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയിൽ ഇട്ട് കഴിയുമ്പോൾ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണേ. ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞു കൊടുത്താൽ കുറച്ചൊക്കെ ഒന്ന് ഉള്ളിലേക്കും കൂടി പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണേ. നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, സബോള ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, അതുപോലെ തന്നെ സബോള ഒരു 2 ചെറിയ സബോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ സബോളയാണെങ്കിൽ ഒരു സബോള മതി. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 ചെറിയ സബോള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പിടുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ സബോളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടികളിടുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടി ഇടാൻ ശ്രദ്ധിക്കുക. കാരണം മല്ലിപ്പൊടി മൂത്ത് കിട്ടാണ്ടിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ഗരം മസാലയ്ക്ക് പകരം ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റ് മസാല ഇടുന്നത്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും ഇട്ടാൽ മതി. നമുക്ക് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കണത്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണ ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചേക്കണം നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വെച്ചതിന് ശേഷം മുട്ടയുടെ ഉള്ളിലേക്ക് ആ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും ഗ്രേവിയിൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് മുട്ട ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് കൂടി വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഗ്രേവിയിൽ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തിൻ്റെ കൂടെയാണോ കഴിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് വെച്ചിട്ട് നമ്മളൊരു 2-3 സെക്കൻഡ് കൂടി അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയിൽ തന്നെയാണ് എടുത്തേക്കണത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം,
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ വെച്ചിട്ട് നമുക്കൊരു 2-3 സെക്കൻഡ് കൂടിയും ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുത്തേക്കണത്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോഴും ഈ പറഞ്ഞ മാതിരി ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടുന്നത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു തുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തേ ഉള്ളൂ. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റണ നല്ലൊരു കറിയാണ്. നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് forget to like and subscribe. Stay tuned for another video.